2025-26 വർഷത്തെ വിത്തുതേങ്ങ സംഭരണവുമായി ബന്ധപ്പെട്ട് കാവിലുംപാറ പഞ്ചായത്ത് ഹാളിൽ ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് അധികാരികളുടെയും കർഷകരുടെയും അവലോകന യോഗം ചേർന്നു. ഇ.കെ. വിജയൻ MLA അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് വിത്തുതേങ്ങ സംഭരണം. അതുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ വിത്തുതേങ്ങ സംഭരിച്ച് അതിൻ്റെ വില നിർണ്ണയിക്കുന്നതിനായി വിവിധ ജനപ്രതിനിധികളുടെയും കർഷക പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികളും കൃഷിക്കാരും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്ന അതിവിപുലമായ യോഗം ചേരുകയുണ്ടായി. ഈ വർഷം അതിനുവേണ്ടി ഏകദേശം 7 കോടിയിലധികം രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതിൽ വിത്തുതേങ്ങ സംഭരിക്കാൻ മാത്രം 4.63 ലക്ഷമാണ് നാളികേരം ശേഖരിക്കുന്നത്. $4.38 കോടി രൂപയാണ് അതിനായി ചെലവ് വരുന്നത്. നേരത്തെ തീരുമാനിച്ച വില 70 രൂപയാണ്. ഇപ്പോൾ കൃഷിക്കാരുടെ ആവശ്യം അത് 125 ആവണം എന്നാണ്. ഏതായാലും വില തീരുമാനിക്കുന്നത് വില നിർണ്ണയ ഒരു സമിതി സ്റ്റേറ്റിൽ സംസ്ഥാനത്തുണ്ട്. അപ്പോൾ ഈ നിർദ്ദേശം, നമ്മുടെ യോഗത്തിൻ്റെ നിർദ്ദേശം ഇന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് കൃഷി വകുപ്പ് നൽകും. അതിനുശേഷമാണ് വില എത്രയാണ് എന്ന് സംസ്ഥാന ഗവൺമെൻറ് നിർണ്ണയിക്കുന്നത്. ഏതായാലും ഈ പ്രതിസന്ധികളെയൊക്കെല്ലാം മറികടക്കാൻ, കർഷകരുടെ പ്രതിസന്ധികളെ മറികടക്കാൻ ഒട്ടേറെ പദ്ധതികൾ ഈ മേഖലയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രാമുഖ്യം നൽകുന്നത് ഇറിഗേഷൻ അനിവാര്യമാണ്. അതിന് തുള്ളി നന പ്രോത്സാഹിപ്പിക്കണം, എല്ലാവരും ആ മേഖലയിലേക്ക് കടന്നു വരണം എന്നാണ്. അതോടൊപ്പം അതിന് വേണ്ടുന്ന വളങ്ങളും നൽകുന്ന ഒരു പദ്ധതി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം വരുമ്പോൾ നാളികേരക്കാർ കൃഷിക്കാരെ സംബന്ധിച്ച് ഒട്ടേറെ സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. കാവിലുംപാറ ഗ്രാമപഞ്ചായത്തിൽ കേര ഗ്രാമം പദ്ധതി 2ാം ഘട്ടം ആരംഭിച്ച് അത് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഈ മേഖലയിലെ എല്ലാ പഞ്ചായത്തുകളിലും നാളികേര ഗ്രാമ പദ്ധതി നടപ്പിലാക്കിയതാണ്. ഇതൊക്കെ തന്നെ നാളികേര കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. അതോടൊപ്പമാണ് വിത്ത് തേങ്ങയുടെ വില കൂടി തീരുമാനിക്കാൻ ഇന്നിങ്ങനെ ഒരു യോഗം ചേർന്ന നിർദ്ദേശം സർക്കാരിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം പൊതുവായി നമ്മൾ കുറ്റ്യാടി തേങ്ങ എന്ന് പറയുമ്പോൾ കുന്നുമൽ ബ്ലോക്കുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പഞ്ചായത്തുകൾ അതിൻ്റെ പരിധിക്കകത്ത് വരുന്നതാണ്. ഇതിനോടൊപ്പം കേരളത്തിലെ ഒട്ടേറെ മറ്റ് മേഖലകളിൽ നിന്നും നാളികേരം ശേഖരിക്കാറുണ്ട്. എല്ലാം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4,63,119 ലക്ഷം വിത്ത് തേങ്ങയാണ് സംഭരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കേരളത്തിലെ വരും വർഷത്തിലെ നാളികേര വിത്ത് അല്ലെങ്കിൽ തൈകൾ നൽകാനുള്ള സഹായകരമായിരിക്കും. ഈ പരിപാടി ശ്രദ്ധേയമായ രീതിയിൽ നടപ്പിലാക്കാൻ ഈ കർഷകരുടെയും ഇന്നത്തെ യോഗത്തിൻ്റെയും ഭാഗമായുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് പിരിഞ്ഞിട്ടുള്ളത്. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് വിത്തുതേങ്ങ സംഭരണം. അതുമായി ബന്ധപ്പെട്ട് ഈ വർഷത്തെ വിത്തുതേങ്ങ സംഭരിച്ച് അതിൻ്റെ വില നിർണ്ണയിക്കുന്നതിനായി വിവിധ ജനപ്രതിനിധികളുടെയും കർഷക പ്രസ്ഥാനങ്ങളുടെ ഭാരവാഹികളും കൃഷിക്കാരും കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥരുമെല്ലാം ചേർന്ന അതിവിപുലമായ യോഗം ചേരുകയുണ്ടായി. ഈ വർഷം അതിനുവേണ്ടി
ഏകദേശം 7 കോടിയിലധികം രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. അതിൽ വിത്ത് തേങ്ങ സംഭരിക്കാൻ മാത്രം 4.63 ലക്ഷമാണ് നാളികേരം ശേഖരിക്കുന്നത്. $4.38 കോടി രൂപയാണ് അതിനായി ചെലവ് വരുന്നത്. നേരത്തെ തീരുമാനിച്ച വില 70 രൂപയാണ്. ഇപ്പോൾ കൃഷിക്കാരുടെ ആവശ്യം അത് 125 ആവണം എന്നാണ്. ഏതായാലും വില തീരുമാനിക്കുന്നത് വില നിർണയ ഒരു സമിതി സ്റ്റേറ്റിൽ സംസ്ഥാനത്തുണ്ട്. അപ്പൊ ഈ നിർദ്ദേശം, നമ്മുടെ യോഗത്തിന്റെ നിർദ്ദേശം ഇന്ന് സംസ്ഥാന ഗവൺമെന്റിന് കൃഷി വകുപ്പ് നൽകും. അതിനുശേഷമാണ് വില എത്രയാണ് എന്ന് സംസ്ഥാന ഗവൺമെന്റ് നിർണ്ണയിക്കുന്നത്. ഏതായാലും ഈ പ്രതിസന്ധികളെയൊക്കെ മറികടക്കാൻ, കർഷകരുടെ പ്രതിസന്ധികളെ മറികടക്കാൻ ഒട്ടേറെ പദ്ധതികൾ ഈ മേഖലയിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രാമുഖ്യം നൽകുന്നത് ഇറിഗേഷൻ അനിവാര്യമാണ്. അതിന് തുള്ളി നന പ്രോത്സാഹിപ്പിക്കണം, എല്ലാവരും ആ മേഖലയിലേക്ക് കടന്നു വരണം എന്നാണ്. അതോടൊപ്പം അതിന് വേണ്ടുന്ന വളങ്ങളും നൽകുന്ന ഒരു പദ്ധതി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളെല്ലാം വരുമ്പോൾ നാളികേരക്കാർ കൃഷിക്കാരെ സംബന്ധിച്ച് ഒട്ടേറെ സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. കാവിലുംപാറ ഗ്രാമപഞ്ചായത്തിൽ കേര ഗ്രാമം പദ്ധതി 2ാം ഘട്ടം ആരംഭിച്ച് അത് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഈ മേഖലയിലെ എല്ലാ പഞ്ചായത്തുകളിലും നാളികേര ഗ്രാമ പദ്ധതി നടപ്പിലാക്കിയതാണ്. ഇതൊക്കെ തന്നെ നാളികേര കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാണ്. അതോടൊപ്പമാണ് വിത്ത് തേങ്ങയുടെ വില കൂടി തീരുമാനിക്കാൻ ഇന്നിങ്ങനെ യോഗം ചേർന്ന നിർദ്ദേശം സർക്കാരിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം പൊതുവായി നമ്മള് കുറ്റ്യാടി തേങ്ങ എന്ന് പറയുമ്പോൾ കുന്നുമൽ ബ്ലോക്കുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പഞ്ചായത്തുകൾ അതിന്റെ പരിധിക്കകത്ത് വരുന്നതാണ്. ഇതിനോടൊപ്പം കേരളത്തിലെ ഒട്ടേറെ മറ്റ് മേഖലകളിൽ നിന്നും നാളികേരം ശേഖരിക്കാറുണ്ട്. എല്ലാം കൂടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 4,63,119 ലക്ഷം വിത്ത് തേങ്ങയാണ് സംഭരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ അത് കേരളത്തിലെ വരും വർഷത്തിലെ നാളികേര വിത്ത് അല്ലെങ്കിൽ തൈകൾ നൽകാനുള്ള സഹായകരമായിരിക്കും. ഈ പരിപാടി ശ്രദ്ധേയമായ രീതിയിൽ നടപ്പിലാക്കാൻ ഈ കർഷകരുടെയും ഇന്നത്തെ യോഗത്തിന്റെയും ഭാഗമായുള്ള തീരുമാനമെടുത്തുകൊണ്ടാണ് പിരിഞ്ഞിട്ടുള്ളത്. കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP ചന്ദ്രി, കാവിലുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG ജോർജ് മാസ്റ്റർ, കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേംജി ജെയിംസ്, പ്രിൻസിപ്പൽ കൃഷി അസിസ്റ്റന്റ് സെക്രട്ടറി TV അബ്ദുൽ മജീദ്, ജോയിന്റ് കൃഷി ഡയറക്ടർ ബിന്ദു വിവേകാദേവി, കർഷക സംഘടനാ പ്രതിനിധികളായ AR വിജയൻ, രാജു തോട്ടുംചിറ, ബോബി മൂക്കൻതോട്ടം, പവിത്രൻ വട്ടക്കണ്ടി, രാജു തോട്ടുംചിറ, TK നാണു, KP രാജൻ എന്നിവർ സംസാരിച്ചു. നിലവിൽ മാർക്കറ്റിൽ 1 കിലോ തേങ്ങയ്ക്ക് 75 രൂപ ലഭിക്കുന്നുണ്ടെന്നും കൂലിച്ചെലവ് വളത്തിൻ്റെ വിലയും ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിൽ വിത്ത് തേങ്ങ ഒന്നിന് 125 രൂപ ലഭിക്കണമെന്നും കർഷക പ്രതിനിധികൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു.